ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. 11ാം റെയ്സീന സംഭാഷണത്തിൽ പങ്കെടുക്കാനായി ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഇന്ത്യയിൽ. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേൽ. ഇസ്രായേലിലും US സൈനിക താവളങ്ങളിലും തിരിച്ചടിച്ച് ഇറാൻ. ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ ജനകേന്ദ്രീകൃത സഹകരണമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിൽ. മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ICC T20 ലോകകപ്പിലെ ഒന്നാം സെമിയിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യുന്നു. വാർത്തകൾ വിശദമായി. ഫിൻലൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബിന്റെ ഇന്ത്യ സന്ദർശനം ഇരു രാജ്യങ്ങൾക്കുമിടയിലെ ബന്ധത്തെ പുതിയ ഉയരങ്ങളിലേക്ക് എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. റെയ്സീന ഡയലോഗിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നതിനായി ഇന്ന് രാവിലെയാണ് ഫിൻലാൻഡ് പ്രസിഡന്റ് ന്യൂഡൽഹിയിലെത്തിയത്. സന്ദർശനം ഫിൻലാൻഡും ഇന്ത്യയും തമ്മിലുള്ള വ്യാപാര ബന്ധങ്ങളെയുൾപ്പെടെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് അലക്സാണ്ടർ സ്റ്റബ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗിന്റെ നേതൃത്വത്തിലാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് സ്വീകരിച്ചത്. വിമാനത്താവളത്തിൽ ഫിൻലാൻഡ് പ്രസിഡന്റിന് ആചാരപരമായ സ്വീകരണവും ഗാർഡ് ഓഫ് ഓണറും നൽകി. ഈ മാസം 7 വരെയാണ് സന്ദർശനം. ബസിജ് സൈനിക് കേന്ദ്രത്തിലും ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് കേന്ദ്രങ്ങളിലും ഇസ്രായേൽ ആക്രമണം നടത്തിയതോടെ പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷമായി. ഇറാന്റെ മിസൈൽ വിക്ഷേപണികളിലും ആക്രമണം നടത്തി ഇതുവരെ 1097 സാധാരണക്കാർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടതായാണ് US ആസ്ഥാനമായ വാർത്താ ഏജൻസി അറിയിച്ചത്. ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിലെ ഹെസ്ബുള്ള കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയെന്ന് ഇസ്രായേൽ അറിയിച്ചു. ഇസ്രായേലിലും US സൈനിക താവളങ്ങളിലും ആക്രമണം നടത്തി ഇറാൻ. ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോർപ്സ് അറിയിച്ചതാണ് ഇത്. ഇറാനിൽ ആക്രമണമുണ്ടായതിന് പിന്നാലെ 230 ഡ്രോണുകൾ ഉപയോഗിച്ച് ഇറാഖിലെയും കുവൈറ്റിലെയും US താവളങ്ങളാണ് ആക്രമിച്ചത്. തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ശക്തി അതിവേഗം കുറഞ്ഞു വരികയാണെന്ന് US സെൻട്രൽ കമാൻഡ് കമാൻഡർ അഡ്മിറൽ ബ്രാഡ് കൂപ്പർ. 100 മണിക്കൂറിനുള്ളിൽ 2000-ഓളം ലക്ഷ്യങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ 100 കണക്കിന് ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും നശിപ്പിച്ചു. അതേസമയം കുവൈറ്റിലുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 4 US സൈനികർ കൊല്ലപ്പെട്ടു. ഇറാൻ ആണവ ബോംബ് നിർമ്മിക്കുന്നതിന് ഒരു തെളിവും ലഭിച്ചിട്ടില്ലെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ മരിയാനോ ഗ്രോസി. എന്നാൽ ഇറാന്റെ പക്കൽ ആണവ ആയുധം നിർമ്മിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിന്റെ വൻ ശേഖരമുണ്ടെന്നും ഇത് ഉത്കണ്ഠ ഉളവാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം സൈപ്രസിൽ ആക്രമണമുണ്ടായ പശ്ചാത്തലത്തിൽ പടക്കപ്പലുകളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും വിന്യസിക്കുകയാണ് ബ്രിട്ടനും ഫ്രാൻസും. സൈപ്രസിന്റെ സുരക്ഷയ്ക്ക് പ്രതിജ്ഞാബദ്ധമാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ പറഞ്ഞു. വിമാനവാഹിനി കപ്പലായ ചാൾസ് ഡി ഗല്ലയ്ക്ക് മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങാൻ നിർദ്ദേശം നൽകിയതായി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ അറിയിച്ചു. ശ്രീലങ്കയുടെ തെക്കൻ തീരത്ത് ഗലയ്ക്ക് 40 നോട്ടിക്കൽ മൈൽ അകലെ ഇറാൻ പടക്കപ്പൽ മുങ്ങി. അന്തർവാഹിനിയിൽ നിന്ന് ആക്രമണമുണ്ടായെന്നാണ് സംശയം. ആക്രമണത്തിൽ 101 പേരെ കാണാതായി. 78 പേർക്ക് പരിക്കേറ്റെന്നാണ് വിവരം. അറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് ശ്രീലങ്കൻ നാവികസേന സഹായവുമായി എത്തി. പടക്കപ്പലിലെ നിരവധി നാവികരെ രക്ഷപ്പെടുത്തിയതിൽ ഒരാളുടെ നില ഗുരുതരമാണ്. പശ്ചിമേഷ്യയിലെ നിലവിലെ സംഘർഷം അന്താരാഷ്ട്ര വ്യവസ്ഥകളുടെ പരാജയമാണെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ഇറാൻ ആക്രമിക്കും മുൻപ് US സഖ്യ രാഷ്ട്രങ്ങളെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ട് ശനിയാഴ്ച മുതലാണ് USഉം ഇസ്രായേലും ഇറാനെ ആക്രമിക്കാൻ തുടങ്ങിയത്. സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ പശ്ചിമേഷ്യൻ മേഖലകളിൽ നാളെയും മറ്റന്നാളും നടത്താനിരുന്ന CBSE 10-12 ക്ലാസുകളിലെ പരീക്ഷകൾ മാറ്റിവച്ചു. പുതിയ തീയതി പിന്നീട് അറിയിക്കും. മാർച്ച് 7 മുതലുള്ള പരീക്ഷകളുടെ കാര്യം നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിയ ശേഷം നാളെ തീരുമാനിക്കുമെന്നും CBSE അറിയിച്ചു. ജനകേന്ദ്രീകൃത സഹകരണമാണ് ഇന്ത്യയും മ്യാൻമാറും തമ്മിലുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സഹകരണം വ്യാപാരം വർദ്ധിപ്പിക്കുകയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഇന്ത്യയുടെ വിദേശനയത്തിൽ മ്യാൻമാറിന് മുന്തിയ പരിഗണനയാണുള്ളതെന്നും ശ്രീ ജയശങ്കർ പറഞ്ഞു. സർസോ ബേഗ്മാൻ സാഹിത്യ കേന്ദ്രത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിലെത്തും. കന്നി വോട്ടർമാരുമായും അദ്ദേഹം സംവദിക്കും. ഒരു റിപ്പോർട്ട്. 3 ദിവസത്തെ സന്ദർശനത്തിനിടെ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാർ, ബൂത്ത് ലെവൽ ഓഫീസർമാർ എന്നിവരുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ചർച്ചകൾ നടത്തും. കൊച്ചിയിലെ ഗോശ്രീ പാലം, ദർബാർ ഹാൾ ഗ്രൌണ്ട്, മറൈൻ ഡ്രൈവ്, ചീനവല പാലം, ചെറായി ബീച്ച്, മ്യൂസിക്കൽ വാക്ക് വേ എന്നിവിടങ്ങളിൽ അദ്ദേഹം സന്ദർശിക്കും. തുടർന്ന് കന്നി വോട്ടർമാരുമായി സംവദിക്കുകയും ചെയ്യും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്വതന്ത്രവും നീതിയുക്തവുമാക്കുന്നതിന്റെ ഭാഗമായി ആദായ നികുതി വകുപ്പ് സമഗ്രമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി. തെരഞ്ഞെടുപ്പിൽ കണക്കിൽപ്പെടാത്ത പണം ഉപയോഗിക്കുന്നത് തടയുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന കൺട്രോൾ റൂം പ്രവർത്തനം ആരംഭിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ ഈ മാസം 7-ന് ത്രിപുരയിലെ അഗർത്തലയിലെത്തും. ത്രിപുര സർവകലാശാലയുടെ 14ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. കേരളത്തിൽ ഈ വർഷം ജനുവരി 1-ന് 18 വയസ്സ് പൂർത്തിയായിട്ടും തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ സമയത്ത് പേര് ചേർക്കാൻ സാധിക്കാത്തവർക്ക് പട്ടികയിൽ പേര് ചേർക്കാൻ അവസരം. voters.eci.gov.in എന്ന വെബ്സൈറ്റിലൂടെയോ ECI നെറ്റ് മൊബൈൽ ആപ്പ് വഴിയോ ബൂത്ത് തല ഓഫീസർ വഴിയോ അപേക്ഷിക്കാം. അഖിലേന്ത്യാ തലത്തിൽ മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. PM വികാസ് പദ്ധതിക്ക് കീഴിലെ മത്സ്യശക്തി പ്രോജക്ടിന്റെ ഭാഗമായുള്ള ഏകദിന ശില്പശാല വിഴിഞ്ഞം സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അമൂലാണ് പാലിന്റെ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും മാതൃകാപരമായിട്ടുള്ള സ്ഥാപനം. അതേ രീതിയിൽ ഈ മത്സ്യഫെഡിന് സാമ്പത്തിക സഹായം കൊടുത്തിട്ട് അഖിലേന്ത്യാ തലത്തിലൊരു മാതൃകാ സ്ഥാപനമാക്കി മാറ്റിയെടുക്കാൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ തയ്യാറാണ്. സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഈ CMFRI പോലെയുള്ള സ്ഥാപനങ്ങൾ എല്ലാവരും കൂടെ സഹകരിച്ചിട്ട് വികസനം ഉണ്ടാവുള്ളൂ. അത് പഞ്ചായത്ത് മെമ്പർ മുതൽ പ്രധാനമന്ത്രി വരെ എല്ലാവരും കൂടെ സഹകരിച്ചാലാണ് നാട്ടിൻപുറത്ത് വികസനം ഉണ്ടാകുന്നത്. സംസ്ഥാനത്ത് SSLC പരീക്ഷകൾ നാളെ ആരംഭിക്കും. 3000-ഓളം കേന്ദ്രങ്ങളിലായി 4.25 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതും. ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി 1-ാം വർഷ പൊതുപരീക്ഷകൾ നാളെയും 2-ാം വർഷ പരീക്ഷകൾ മറ്റന്നാളുമാണ് നടക്കുക. ICC 2020 ലോകകപ്പിലെ 1-ാം സെമിയിൽ കൊൽക്കത്തയിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യുന്നു. ഒടുവിൽ വിവരം ലഭിക്കുമ്പോൾ ദക്ഷിണാഫ്രിക്ക 6 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ 48 റൺസ് എടുത്തിട്ടുണ്ട്. നാളെ മുംബൈയിൽ നടക്കുന്ന 2-ാം സെമിയിൽ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടും. ഗർഭാശയകള അർബുദം പ്രതിരോധിക്കാനുള്ള വാക്സിനെതിരെയുള്ള പ്രതികരണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഗുജറാത്ത് അർബുദ ഗവേഷണ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദഗ്ധ ഡോക്ടർമാർ. വാക്സിൻ പൂർണ്ണമായും സുരക്ഷിതവും പെൺമക്കളെ അർബുദത്തിൽ നിന്ന് സംരക്ഷിക്കാൻ അത്യാവശ്യവുമാണെന്ന് ഡോക്ടർമാർ അറിയിച്ചു. വാക്സിനും വന്ധ്യതയ്ക്കും തമ്മിൽ ബന്ധമില്ലെന്ന് ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശക സമിതി വ്യക്തമാക്കിയിട്ടുണ്ട്. ഗുരുതര സ്വഭാവമുള്ള പാർശ്വഫലങ്ങളും വാക്സിനില്ല. 100-ലധികം രാജ്യങ്ങൾ അവരുടെ ദേശീയ പരിപാടികളിൽ വാക്സിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിറങ്ങളുടെ ഉത്സവമായ ഹോളി ആഘോഷിച്ച രാജ്യം. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയവും വസന്തകാലത്തിന്റെ ആരംഭവും കുറിക്കുന്നതാണ് ആഘോഷം. രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ ജനങ്ങൾക്ക് ഹോളി ആശംസകൾ നേർന്നു. മുംബൈയിലെ സുഭാഷ് നഗറിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടം തകർന്ന് 3 പേർ മരിച്ചു. പരിക്കേറ്റ 3 പേരുടെ നില ഗുരുതരമായി തുടരുന്നു. സുരക്ഷാ മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയതിന് നിർമ്മാണ ചുമതല വഹിച്ച വ്യക്തിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഓൾ ഇംഗ്ലണ്ട് ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സഖ്യമായ സാത്വിക് സായിരാജ് റെങ്കി റെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യം ഇന്ന് കളത്തിലിറങ്ങും. മലേഷ്യൻ സഖ്യത്തെയാണ് നേരിടുക. പുരുഷ സിംഗിൾസിൽ ആയുഷ് ഷെട്ടിയും ഇന്ന് മത്സരത്തിനിറങ്ങും. മിക്സഡ് ഡബിൾസിൽ റോഹൻ കപൂർ, ഋത്വിക് ഗഡെ സഖ്യവും ഇന്ന് കളിക്കാനിറങ്ങും. പ്രധാന വാർത്തകൾ വീണ്ടും. 11-ാം റെയ്സീന സംഭാഷണത്തിൽ പങ്കെടുക്കാനായി ഫിൻലാൻഡ് പ്രസിഡന്റ് അലക്സാണ്ടർ സ്റ്റബ് ഇന്ത്യയിൽ. സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തെ പുതിയ ഉയരങ്ങളിൽ എത്തിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യയിൽ സംഘർഷം രൂക്ഷം. ടെഹ്റാനിലെ ആഭ്യന്തര സുരക്ഷാ കമാൻഡ് കേന്ദ്രങ്ങളെ ആക്രമിച്ച് ഇസ്രായേൽ. ഇസ്രായേലിലും US സൈനിക താവളങ്ങളിലും തിരിച്ചടിച്ച് ഇറാൻ. ഇന്ത്യയും മ്യാൻമാറും തമ്മിൽ ജനകേന്ദ്രീകൃത സഹകരണമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി S ജയശങ്കർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ഗ്യാനേഷ് കുമാർ നാളെ കൊച്ചിയിൽ. മത്സ്യഫെഡിനെ അമൂലിന് സമാനമായ മാതൃകാ സഹകരണ സ്ഥാപനമായി മാറ്റിയെടുക്കാൻ
കേന്ദ്ര സർക്കാർ തയ്യാറാണെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ. ICC T20 ലോകകപ്പിലെ ഒന്നാം സെമിയിൽ ന്യൂസിലൻഡിനെതിരെ ദക്ഷിണാഫ്രിക്ക ബാറ്റ് ചെയ്യുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.